SSLC പരീക്ഷാഫലം പുറത്തു വന്നു. 99.69% മറ്റോ ആണ് വിജയിച്ചത്. വിജയശതമാനം കൂടുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്, എല്ലാവർക്കും അഭിമാനമുള്ള കാര്യവുമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് അതിനെക്കുറിച്ച് ഞാൻ വായിച്ചത്, പണ്ടൊക്കെ SSLC പരീക്ഷ എന്ന് പറഞ്ഞാൽ 6 പന്തുണ്ടെങ്കിൽ, നമ്മൾ ക്രിക്കറ്റ് കളിയുമായി താരതമ്യം ചെയ്താൽ 6 പന്തുണ്ടെങ്കിൽ 6 പന്തിലും സിക്സർ അടിക്കണം എന്ന് പറയുന്നൊരു സ്ഥിതിവിശേഷമാണ്. എന്നാൽ ഇപ്പോഴാകട്ടെ ബാറ്റും പിടിച്ചുകൊണ്ട് സ്റ്റമ്പിൻ്റെ മുന്നിൽ നിന്നാൽ മാത്രം മതി, ജയിക്കും എന്നുള്ള സ്ഥിതിയാണത്രേ. ആ താരതമ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് പറയേണ്ട ചില കാര്യങ്ങൾ അതിലുണ്ടെന്നും വിചാരിക്കുന്നു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. SSLC പരീക്ഷാഫലം പുറത്തു വന്നു. 99.69% വിജയിച്ചത്. ഇത് പറയുമ്പോൾ പഴയ 210 ജയിക്കാൻ വേണ്ടി വാങ്ങിക്കേണ്ടി വരുന്ന SSLC കാലഘട്ടത്തിൽ പഠിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ളവരൊക്കെ ആ SSLCക്കാരാണ്. 170 മാർക്ക് വരെ കൃത്യമായി എഴുതി വാങ്ങിച്ചാൽ പിന്നെ 30 മാർക്കോ 40 മാർക്കോ 170 180 അതുപോലെയുള്ള മാർക്ക് വാങ്ങിയാൽ 30 മാർക്കോ 40 മാർക്കോ ഒക്കെ തന്ന് മോഡറേഷൻ എന്ന് പറയപ്പെടുന്ന സംഗതിയിലൂടെ 210കാരാക്കി കടത്തിവിടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അന്നത്തെ വിജയശതമാനം 56%, 57% അല്ലെങ്കിൽ 60% ഒക്കെയാണ്. ബാക്കിയുള്ള 30-40% ആളുകൾ SSLC പരീക്ഷയ്ക്ക് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. SSLC പരീക്ഷ ജയിച്ചു എന്ന് പറയുമ്പോൾ അതിലൊരു മെറിറ്റോറിയസ് സംഗതി ഉണ്ടായിരുന്നു. ഇപ്പോഴും മെറിറ്റോറിയസ് ആയിട്ടുള്ള എഫേർട്ടിൽ നന്നായി എഫേർട്ടിട്ട് പഠിച്ച് ജയിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. അതിനെയൊന്നും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുവേണ്ടി അധ്വാനിക്കുന്ന അധ്യാപകരെയും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ട്യൂഷൻ സാറന്മാരെയും അതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന രക്ഷകർത്താക്കളെയും ഒക്കെ അഭിനന്ദനപൂർവ്വം നന്ദിപൂർവ്വം ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷേ ഇത് പറയുമ്പോൾ ഈ 99.69% വിജയവും ചില സ്കൂളുകളിലെങ്കിലും 100% പേരും വിജയിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്നത് കാണുമ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്ന ചില അധ്യാപകർ മോഹാലസ്യപ്പെട്ട് വീഴുകയും മറ്റ് ചിലരൊക്കെ റിസൾട്ട് വന്നത് മുതൽ ചിരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ചിരി നിർത്തിയില്ല എന്ന് പറയുന്ന വാർത്തയും കേൾക്കാറുണ്ട്. അത് സത്യവുമാണ്. കഴിഞ്ഞ ദിവസം ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ അയച്ച ചില ഓഡിയോ ക്ലിപ്പുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും അവരുടെ അനുവാദമില്ലാത്തതുകൊണ്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല. അവർക്കറിയാവുന്ന ചില വിദ്യാർത്ഥികളുടെയും അത്തരക്കാരുടെയും ഒക്കെ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങ് ജയിച്ചൂടെ, അതിനെന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഈ വിജയിക്കുക എന്നൊക്കെ പറയുന്നതിന് ചില പ്രാഥമികമായ സംഗതികളുണ്ട്. പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ പേര് പോലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ കഴിയാത്തവർ, അതുപോലെ തന്നെ ഈ പറയുന്ന അടിസ്ഥാനപരമായ സംഗതികളില്ലാത്തവർ പോലും ഞാൻ ആദ്യം സൂചിപ്പിച്ച കമൻറ്റിൽ പറഞ്ഞതുപോലെ വെറുതെ ബാറ്റും പിടിച്ച് ക്രീസിലിറങ്ങി നിന്നാൽ അങ്ങ് വിജയിപ്പിച്ച് വിടുക എന്ന് പറയുന്നൊരു പ്രക്രിയ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മെറിറ്റോറിയസായി ജയിക്കുന്ന കുട്ടികളോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. അത് സർക്കാരിൻ്റെ പ്രവർത്തനവും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രവർത്തനവുമൊക്കെയായി തുലനം ചെയ്യേണ്ടതിന് പകരം ഈ വിജയിപ്പിച്ച് വിടുന്ന കുട്ടികളുടെ ഭാവിയും ഇനി ഇത് കഴിഞ്ഞ് ഇവർ +2 ചെല്ലുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അവസ്ഥയും എല്ലാം കൂടി ഓർക്കുമ്പോഴാണ് ഇതിൻ്റെ സംഗതി വല്ലാതായി പോകുന്നത്. ഒരു കാര്യം വളരെ സത്യസന്ധമായി ഒരുപക്ഷെ ആർക്കും തുറന്നു പറയാനാവില്ലെങ്കിലും പറയാവുന്ന കാര്യം, വ്യാപകമായി പണ്ടൊക്കെ നമ്മൾ ടാപ്പ് വെച്ചെഴുതുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, ഉത്തരം എഴുതി കൊണ്ടുവന്ന് കയ്യിൽ വെച്ചെഴുതുന്നവർ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിലുണ്ട്. അതൊരു പക്ഷേ 1%, 2%, ഒരു ഹാളിനകത്ത് ഒരു ഭാവിയും ഒരു ലക്ഷ്യവുമില്ലാത്ത 2-3 പേരൊക്കെയാണ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് ഈ പ്രക്രിയ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇത് നോക്കാൻ പോയി നിൽക്കുന്ന അധ്യാപകർക്ക് വലിയ ഭയമാണ്. അവരാകെ പലപ്പോഴും ഈ കുട്ടികളോട് പറയുന്നത്, സ്കോഡ് വരുവേ, എൻ്റെ ജോലിയെ ബാധിക്കുവേ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ എന്നൊക്കെ പറയുന്ന ചില ആത്മഗദ്ഗതങ്ങൾക്കപ്പുറത്ത് അവർക്കൊന്നും ചെയ്യാനാവില്ല. അപ്പം നമ്മൾ ചോദിക്കും, അവർ വാങ്ങുന്ന ശമ്പളത്തിൻ്റെ, കൂലിയുടെ, ഉത്തരവാദിത്തത്തിൻ്റെ, ഇതെല്ലാം ശരിയാ, ഇതെല്ലാം അനുഭവിക്കണമെങ്കിൽ ആരോഗ്യത്തോടെ വീട്ടിൽ പോകണ്ടേ? എവിടെയെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ, എന്തെങ്കിലും തരത്തിൽ അവരെ ആക്രമിച്ചാൽ
എന്താ സംഭവിക്കുന്നത്? അവർക്ക് നഷ്ടം വരുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇത് വളരെ വ്യാപകമായുണ്ട്. ചില സ്കൂളുകളിൽ തന്നെ ഇതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈ CBSEയിൽ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഘടന അത് അടുത്തടുത്തിരിക്കുന്നവർക്ക് തമ്മിൽ ആ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുകയും ഒരു ഹാളിൽ ഇൻവിജിലേഷന് വേണ്ടി 2 അധ്യാപകർ ഒരു ക്ലാസ് റൂമിൽ നിയമിക്കുകയും അതുമാത്രമല്ല അതിൻ്റെ മുകളിലുള്ള ഒരു സൂപ്രണ്ട് അവിടെ തന്നെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. അതിനൊക്കെയും അതിൻ്റെ പരിമിതികളുണ്ടെന്ന് മാത്രമല്ല, അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഭാവി അപകടത്തിലാണ് എന്നുള്ളൊരു സ്ഥിതിവിശേഷവുമുണ്ട്. പക്ഷേ നമ്മുടെ SSLC പരീക്ഷയ്ക്കും +2 പരീക്ഷയ്ക്കുമൊക്കെ നമ്മൾ സാധാരണ പറയാറില്ലേ, സ്വതന്ത്ര വിപണി എന്നൊക്കെ പറയുന്നത് പോലെ വളരെ സ്വതന്ത്രമായ ഈ പ്രക്രിയയാണ് നടക്കുന്നത്. ഇനി കുറച്ചൊക്കെ എഴുതി കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ പിടിച്ചു വാങ്ങിച്ച് കളയും. പിന്നെ ചില മാനേജ്മെൻറ്റ് സ്കൂളുകളിലൊക്കെ 100% വിജയമാണെങ്കിലേ അടുത്ത വർഷം അവിടെ കുട്ടികളെ കിട്ടും. ഒന്നാമത് കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അത് കിട്ടിയില്ലെങ്കിൽ അവിടെ ഡിവിഷൻ ഫോൾ വരും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു നന്മ എന്നുള്ള നിലയിൽ ചില ബോധപൂർവമായ കണ്ണടയ്ക്കലുകളൊക്കെ കാണാതെ പോകുന്നത് ശരിയല്ല. ഇത് കൂടാതെയാണ് ഈ മാർക്ക് വാരിക്കോരി അങ്ങോട്ട് ചിലവഴിച്ച് അങ്ങിട്ട് കൊടുക്കുന്നത്. അവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് സാർ പണ്ടൊരു മീറ്റിങ്ങിൽ പറഞ്ഞ സംഗതി വലിയ വാർത്തയായി, അത് വലിയ വിവാദം ഒക്കെ ആവുമ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഇത് സത്യമാണെന്ന്. ഇനി നിങ്ങൾക്കിതിനോട് വിയോജിപ്പുള്ളവരുണ്ടെങ്കിൽ എന്നോട് വിയോജിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ വിയോജിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും അധ്യാപകരോട് ഒറ്റയ്ക്ക് വളരെ രഹസ്യമായി സ്നേഹപൂർവ്വം ചോദിക്കണം ഈ പ്രക്രിയ എത്രത്തോളം ഫലപ്രദമാണെന്ന്. ഈ SSLC ഒക്കെ പാസ്സായി നേരെ +2-ൽ വന്നിരിക്കുന്ന കുട്ടികളുടെ ഒരു സ്ഥിതിവിശേഷം വളരെ ദയനീയമാണ്, പരമദയനീയമാണ്. വേണമെങ്കിൽ ഇപ്പോൾ ജയിച്ച കുട്ടികളെ ഒരു ഒറ്റ പേപ്പറിൽ ഒരു പരീക്ഷ വളരെ കൃത്യമായ നിരീക്ഷണത്തോടെ എല്ലാ സംവിധാനങ്ങളോടെയും നടത്തിയാൽ ഈ വിജയശതമാനം ഒരു 65-70-നപ്പുറം പോകില്ല എന്നതാണ് സത്യം. എന്തുകൊണ്ട് പോകില്ല എന്ന് ചോദിച്ചാൽ അതിലൊരു ദൈവിക സംഗതി കൂടിയുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിൽ എല്ലാം ആവശ്യമാണല്ലോ. ഈ പഠിച്ചിറങ്ങുന്നവന് എന്തെങ്കിലും തൊഴിൽ കിട്ടണമെങ്കിൽ ഈ തോക്കുന്നവൻ മറ്റെന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ച് വല്ല ഫാക്ടറിയോ സ്ഥാപനങ്ങളോ ഒക്കെ തുടങ്ങി വേണ്ടേ ഈ പഠിച്ചിറങ്ങുന്നവന് ജോലി കൊടുക്കാൻ. അപ്പം ദൈവം അതിബുദ്ധിമാനെയും അല്പം ബുദ്ധി കുറഞ്ഞവനെയും ഒട്ടും ബുദ്ധിയില്ലാത്തവനെയും ഒക്കെ ചേർത്താണ് സൃഷ്ടിക്കുന്നത്. അതൊന്നും പാഴാക്കി കളയാനല്ല, അവന് വേറെ മറ്റു പല മേഖലകളിലും അത്തരം സേവനങ്ങളും ദൗത്യങ്ങളും ചെയ്യാനുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു സമൂഹത്തിൽ എല്ലാവരും PGക്കാരും എല്ലാവരും ഡോക്ടർമാരും എല്ലാവരും എൻജിനീയർമാരും ആണെന്നിരിക്കട്ടെ, ആര് പോവും മീൻ പിടിക്കാൻ? ആര് പോവും മേശരിപ്പണിക്ക്? എവിടെ കിട്ടും നേഴ്സിനെ? എവിടെ കിട്ടും ബാക്കിയുള്ള ജോലിക്ക് ആളിനെ? അപ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്, എല്ലാ ക്രമീകരണങ്ങളും അതിനുള്ള ആളുകളെ ഉണ്ടാക്കാൻ. പക്ഷേ എന്തു ചെയ്യാം, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അതിന് അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം.